വന്യമൃഗ ആക്രമണത്തിൽ പ്രമേയം പാസാക്കിയ ഇടുക്കി രൂപത ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അധികാരികൾ നിസ്സംഗത കാട്ടുന്നു. ഇടുക്കി രൂപത വൈദിക സമിതിയാണ് പ്രമേയം പാസാക്കിയത്. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമുഖത്ത് സജീവമാകുമെന്നും രൂപതയുടെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ ഒരു പ്രമേയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? പ്രധാനമായും ഇടുക്കിയിലെ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലപാട് കടുപ്പിക്കുകയാണ് ഇടുക്കി രൂപത. പ്രധാനമായും മൂന്നാറിലെ കാട്ടാന ശല്യവും അതുപോലെ തന്നെ മാങ്കളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വന്യമൃഗ ശല്യവും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇടുക്കി രൂപത ഈ ഒരു പ്രമേയം പാസാക്കിയിട്ടുള്ളത്. ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അധികാരികൾ നിസ്സംഗത കാട്ടുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് രൂപത മുമ്പോട്ട് വച്ചത്. കപട പരിസ്ഥിതിവാദികൾക്ക് വിധേയപ്പെട്ട് മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനമാണ്. ആനക്കുളം പള്ളി വികാരി അസഫിൻ പറഞ്ഞ മാങ്കുളം ഡിഎഫ്ഒയ്ക്കെതിരെയും പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. പ്രശ്ന പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരമുഖത്ത് സജീവമാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് രൂപത നൽകിയത്. വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇടുക്കി രൂപതയുടെ ഭാഗത്തിനുണ്ടായത്. സമരം ശക്തമാക്കും എന്ന് തന്നെയാണ് രൂപത പ്രമേയത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.